₹78,000 3 കിലോവാട്ട് മുതൽ കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നതനുസരിച്ച് നമുക്ക് സോളാറിന് സാധ്യതകൾ നന്നായിട്ട് വരുന്നോണ്ടിരിക്കും. 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 to 17 വരെ നല്ല ജനറേഷനുള്ള സമയത്ത് വരുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും കാലത്ത് ഈ എല്ലാവരും ഇതിൽ വരേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 15 യൂണിറ്റ് എക്സസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ 15 യൂണിറ്റിന് എനിക്ക് എത്ര രൂപ വെച്ച് തരും? 2,000-3,000 കറണ്ട് ബില്ല് വരുന്ന ആളുകൾക്ക് ഈ ഓൺ ഗ്രിഡ് തന്നെ നമുക്ക് ലാഭകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗ്യാസിന് ഇപ്പൊ ഒരു 1,000 രൂപ ഏകദേശം ഒരു സിലിണ്ടർ ഗ്യാസിന് അതിന് പകരം നമുക്കിപ്പോ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജസ് കൂടി അവിടെ കുറഞ്ഞിട്ടില്ല. 1,000-ന് താഴേക്ക് വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഇൻവെർട്ടറും ബാറ്ററി എന്തായാലും ഉപയോഗമുണ്ട്. അവർക്ക് എന്ത് വെച്ചാൽ ഒരു പാനലും കൂടി ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സോളാറിലേക്ക് കൊണ്ടുപോകാം. നല്ല ലാഭകരം. നമ്മൾ സൈൻ ചെയ്ത് KCB ആയിട്ട് നമ്മളൊരു എഗ്രിമെന്റ് വെക്കും. കസ്റ്റമറും KCB. ശരി. 8,000 രൂപ ബില്ല് ഇപ്രാവശ്യം കുറഞ്ഞ ബില്ല്. വെൽക്കം ബാക്ക്. അൻവറാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെലവ് കുറഞ്ഞ് എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഞാനൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തത്. ഓലയുടെ സ്കൂട്ടറായിരുന്നു. അത് ആദ്യം കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയെങ്കിലും പിന്നീട് അത് റിപ്പയർ ചെയ്തു. വളരെ സക്സസ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സ്വന്തമായിട്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ ചാർജ് ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഞാൻ ഇലക്ട്രിക് ഇതിപ്പോൾ സോളാർ പാനലുകൾ ചെയ്ത് നമുക്ക് തന്ന നമ്മുടെ വെണ്ടർ അല്ലേ? യെസ്. മലപ്പുറം സ്വദേശി അയ്യൂബ് ഖാൻ. അപ്പൊ അയ്യൂബ് ഖാനോട് ഇനിയിപ്പോ എല്ലാവരും സോളാർ യുഗല്ലേ വരാൻ പോണത്. എന്താണ് ഈ സോളാറിന്റെ ഒരു സാധ്യതകൾ? സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോഴത്തെ നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളെ ഉപയോഗം തന്നെയാണ്. കാരണം ഒന്നാമത് നല്ല ചൂടാണ്. ചൂട് സമയത്ത് നമ്മൾ AC-യുടെ ഉപയോഗം നന്നായിട്ടുണ്ട്. പിന്നെ ഓരോ വീടുകളിലും ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ, അത് ഒന്നുകിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാറോ ആയിട്ട് എല്ലാ വീടുകളിലും എത്തി തുടങ്ങി. ഇപ്പോൾ നിലവിൽ റോഡിൽ നോക്കിയാൽ അറിയാം നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ ഏകദേശം ഒരു 50% ആയി തുടങ്ങി. തീർച്ചയായും കുറെ ആളുകൾ ഇലക്ട്രിക്കിലേക്ക് വരും. അതേപോലെ തന്നെ ഇലക്ട്രിക് കാറും അതേപോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ചിലവാണ് ഒന്നാമത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചാൽ പോലും നമുക്ക് അതാണ് ലാഭം. അപ്പോൾ അതിലേക്ക് സോളാറിൻ്റെ സാധ്യത എന്തായാലും ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നതനുസരിച്ച് നമുക്ക് സോളാറിൻ്റെ സാധ്യതകൾ നന്നായിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ വീടുകളിൽ തന്നെ ഇപ്പോൾ സോളാറിൽ ഇഷ്ടം പോലെ വന്നാൻ തുടങ്ങി. മുമ്പേ കുറച്ച് നല്ല ഉയർന്ന, അതായത് കുറച്ച് ഇതായിട്ടുള്ള ആളുകൾ, കുറച്ച് ഉയർന്ന ആളുകളായിരുന്നു ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് സാധാരണക്കാരും ലോണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ലോൺ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല ആളുകളും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നല്ല സാധ്യതകളുടെ സമയമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഇയർലി ഒരു 30-40 ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് നമുക്ക് നല്ല വെയിൽ തന്നെയാണ്. ഈ വാവ് സമയങ്ങളിലൊക്കെ വരുന്നൊരു ഈ കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ തന്നെയാണ്. നമുക്കൊരു തണൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ഒരുപാട് വന്നു. ഇപ്പൊ ഈ ഹാഫ് കട്ട് മോണോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടോപ്കോൺ. ശരിക്കും പുതിയ മുമ്പത്തെ അനുസരിച്ച് ശരിക്കും 1 കിലോവാട്ടില് ശരിക്കും ഒരു 3-4 യൂണിറ്റ് കിട്ടുന്നത് ഇപ്പൊ നിലവില് 1 കിലോവാട്ടിൽ 5 യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15 to 17 വരെ നല്ല ജനറേഷനുള്ള സമയത്ത് വരുന്നുണ്ട്. കുറഞ്ഞ ജനറേഷനുള്ള സമയത്ത് ചിലപ്പോ 8-9. അതെ. മഴക്കാലത്തായിട്ട് പോലും എനിക്ക് 3 കിലോവാട്ട്സ് വെച്ചിട്ട് 10 യൂണിറ്റോളം ഡെയിലി. അതെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മള് നല്ല ചൂടുള്ള സമയത്താണ് നമുക്ക് കറണ്ട് ബില്ല് കൂടുതൽ വരാം, ഉപയോഗം കൂടുന്നതാണ്. അതെ. അപ്പോൾ ഈ നല്ല തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് നമ്മൾ AC-യുടെ ഉപയോഗം ഉണ്ടാവില്ല, ഫാനിന്റെ ഉപയോഗം ഉണ്ടാവില്ല. അതിനനുസരിച്ചുള്ള കറണ്ട് ബില്ലിൽ മാറ്റം വരും. കാരണം നമ്മുടെ ഉപയോഗം ഒരു ആവറേജ് 15 യൂണിറ്റ് ഒരു ദിവസം വന്നിരുന്ന ആള് അവർക്ക് ഒരു 8-10 യൂണിറ്റിന്റെ താഴെ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം അവിടെ വരുന്നു. ആ വ്യത്യാസം ഇതിലും അത് പ്രതിഫലിക്കും. അതായത് ഷെയ്ഡുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാറ് മൂടിയ സമയങ്ങൾ കിട്ടുന്നത്, അതിലുള്ള മാറ്റം. നമ്മൾ ഈ എന്തായാലും എന്തെങ്കിലും കാലത്ത് ഈ എല്ലാവരും ഇതിൽ വരേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അത് എത്ര നേരത്തെ ആവുന്നോ
അതാണ് അതിനിപ്പോ ഇതിൽ ടെക്നോളജി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതോറും ചിലപ്പോൾ ഒരു പക്ഷേ റേറ്റുകൾ കുറഞ്ഞേക്കാം. ഇലക്ട്രിക് വെഹിക്കിളിന്റെ റേറ്റുകൾ കുറയുന്ന പോലെ ചിലപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇനി കുറച്ച് കഴിവ് വെക്കാൻ പറ്റും. ഇപ്പൊ നിലവില് ഗവൺമെന്റ് നല്ല സബ്സിഡി കാര്യങ്ങളാണ് തരുന്നത്. കാരണം 78,000 റുപ്യ 3 കിലോ വാട്ട് സബ്സിഡി കേന്ദ്ര MNRE ആണ്. MNRE വഴി. അപ്പൊ ഇതിനകത്ത് ഈ MNREന്റെ കീഴിലുള്ള പാനലുകൾ വെച്ചാൽ മാത്രമേ ആണോ സബ്സിഡി? അതെ, ഇത് DCR സെൽസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇന്ത്യൻ നിർമ്മിത പാനൽ എന്നുള്ളതാണ് സെൽസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. കാരണം ഇമ്പോർട്ട് ചെയ്യണ പാനലുകൾക്ക് ഇല്ല. നോൺ DCR ഈ 2 മോഡലാണ് വരുന്നത്. DCRൽ മാത്രമേ നമുക്ക് ഈ സബ്സിഡി വരുള്ളൂ. അപ്പൊ അതിനകത്ത് ഇന്ന കമ്പനികൾ വേണമെന്നുള്ളത് അവരുടെ വെബ്സൈറ്റിലുണ്ട്. അത് തന്നെ വെച്ചാൽ അതെ കമ്പനികളുണ്ട്. സാധ്യതകളുണ്ടോ? അതിൽ ഇപ്പൊ സബ്സിഡി പാസ്സാവണമെന്നുണ്ടെങ്കിൽ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമുള്ള ആ കമ്പനികളായിട്ട് ടൈ അപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ സാധനങ്ങൾ വെച്ചാൽ മാത്രമേ അത്രേ കിട്ടുള്ളൂ. അല്ലേ? പിന്നെ സബ്സിഡി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൊമസ്റ്റിക് പർപ്പസ് ആയിരിക്കണം. അതാണ് ഒന്ന് ഡൊമസ്റ്റിക് പർപ്പസ് ആണ്. പക്ഷെ ഒരാൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അയാളെ പേരിൽ തന്നെ ബില്ലാണെങ്കിൽ എത്ര ബില്ല് വരെ അതിൽ 3 ബില്ല് നമുക്ക് ബീൽ ചെയ്യാം. ബീൽ ചെയ്ത് കൊടുക്കാം. അതായത് എന്റെ പേരിൽ വീട്ടിൽ തന്നെ ഒരു പാനൽ വെച്ചിട്ട് എന്റെ ഷോപ്പും അല്ലെങ്കിൽ 3 കൺസ്യൂമർ നമ്പർ വരെ ഇതിനകത്ത് പോകാൻ പറ്റും. അതില് ചെറിയ എമൗണ്ട് KCB ചാർജ് ചെയ്യുന്നുണ്ട്. 60 പൈസ ഒരു യൂണിറ്റിന്. ഞാൻ ഉപയോഗിച്ചായിട്ട് 15 യൂണിറ്റ് എക്സസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ 15 യൂണിറ്റിന് എനിക്ക് എത്ര രൂപ വെച്ച് തരും? 250 വെച്ചിട്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് കൂട്ടാൻ പോകണമെന്നുള്ള ഒരു ഇതാണ് കിട്ടിയത്. 360 ആക്കാൻ പോകണമെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് ചാർജ് ഒക്കെ എല്ലാവർക്കും അത് പിന്നെ ഫിക്സഡ് ചാർജ് എന്തായാലും നോർമൽ ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇതിലിപ്പോ എനർജി ചാർജസ് ആണ് നമുക്ക് കുറഞ്ഞു കിട്ടുക. മറ്റുള്ളത് എന്തായാലും വരും. എക്സസ് വന്നു 15 യൂണിറ്റ്. ഈ എക്സസ് അത് കുറക്കൂല. ഇത് ഈ എനർജി ചാർജസ് മാത്രമേ കുറക്കൂ. മറ്റുള്ളത് കുറക്കില്ല. ഫിക്സഡ് ചാർജും അതേമാതിരി മീറ്റർ റെന്റ് ഒന്നും അതിൽ കുറക്കില്ല. അത് നമുക്ക് ഡെപ്പോസിറ്റ് അവിടെ കിട്ടും. പക്ഷെ ഒരു മാസം ബില്ല് വരും. മറ്റേ 2 മാസം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ്. കാരണം മാസം ബില്ല് റീഡിങ് വരുന്നത് ഒരു നല്ല തന്നെയാണ്. മുമ്പേ അങ്ങനെ ആയിരുന്നല്ലോ. ഇന്നലെ 2 മാസത്തേക്ക് വന്നത്. ശരി. എത്രയൊക്കെ റേറ്റുകളാണ് ഇതിനൊക്കെ? ഓരോ എത്രയുള്ള ബില്ലുകളുള്ള ആളുകൾക്ക് ഏതൊക്കെ ശരിക്കും ഒരു 3000 രൂപയുടെ മേലെ അല്ലെങ്കിൽ 3000 റുപ്യന്റെ കറണ്ട് ബില്ല് വരുന്ന ആളുകൾക്ക് ഈ ഓൺ ഗ്രിഡിന് നമുക്ക് ലാഭകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു 3000 വരുന്ന ആള് സോളാർ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉപയോഗം കൂട്ടും. കാരണം ഒന്നെങ്കിലും ഉപയോഗം കൂട്ടിയില്ലെങ്കിലും നമ്മള് പറയല് പിന്നെ അതിന്റെ ഷുഗറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് തീർക്കുക എന്നുള്ളത്. കാരണം ഇത് റിട്ടേൺ വാങ്ങിയതുകൊണ്ട് നമുക്ക് വലിയ ലാഭമില്ല. അപ്പൊ നമ്മള് ഗ്യാസിനിപ്പോ ഒരു 1000 രൂപ ഏകദേശം ഒരു സിലിണ്ടർ ഗ്യാസിന് അതിന് പകരം നമുക്കിപ്പോ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജസ് കൂടി അവിടെ കുറഞ്ഞു കിട്ടില്ല. ഇപ്പൊ 3000 വരുന്ന ആൾക്ക് 4000 രൂപ അവിടെ ഇൻപുട്ട് കിട്ടി. അതേപോലെ ഒരു 5000 വരെ ശരിക്ക് എനർജി ചാർജസ് വരുന്ന ആളുകൾക്ക് ഒരു 3 കിലോ വാട്ട് മതി. പിന്നെ അതിന്റെ മേലേക്ക് 5 കിലോ വാട്ട്. നമ്മളിപ്പോ ഒരു 3000 വരുന്ന ആളുകൾക്ക് തന്നെ ഒരു 2 കിലോ വാട്ടൊക്കെ മതി. പക്ഷെ നമ്മള് 3 കിലോ വാട്ട് സജസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഉപയോഗം കൂട്ടും, ഉറപ്പാണ്. ശരി. കാരണം ഒന്ന് AC-യുടെ ഉപയോഗം കൂട്ടും, സോളാർ അല്ലേ എന്നുള്ളതാണ്. കാരണം നമ്മളെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് വീട്ടിൽ സോളാർ വെച്ചാലും അവര് ഫസ്റ്റ് ബില്ല് കൂടുതലായിരിക്കും. കാരണം ഒന്ന് ഇതാണ്. അപ്പോ ആ ഒരു ഉപയോഗത്തിലുള്ള മാറ്റം. ഇപ്പൊ AC ഒക്കെ ചിലപ്പോ ഓണാക്കിയിട്ടിട്ട് ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇപ്പൊ ഹാളിലേക്കും കൂടെ AC വന്നോട്ടെ എന്നുള്ള ആൾക്കൊക്കെ ചില ആൾക്കാർ അങ്ങനെയും ചെയ്യാറുണ്ട്. കാരണം ഇത് AC കട്ട് ഓഫ് ആവില്ല. ജനറേഷൻ ഉള്ള ജനറേഷനെ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഉപയോഗം കൂടുതലല്ല. നമുക്ക് ഇതിന്റെ എക്സ്പെൻസുകൾ എങ്ങനെയൊക്കെയാ വരിക? എക്സ്പെൻസ് നിലവിൽ ഒരു 3 കിലോ വാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 1.10 1.15 ആ റേഞ്ചിലാണ് ആവറേജ് വരുന്നത്. അതായത് സബ്സിഡി കഴിച്ചിട്ട്. അപ്പൊ സബ്സിഡി 78,000 ഒരു 1.88 1.90 ആ റേഞ്ചിലാണ് നിലവിൽ 3 കിലോ വാട്ട്. നമ്മളെ സബ്സിഡി നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ വരിക? സബ്സിഡി കസ്റ്റമർ അക്കൗണ്ട് വഴിയാണ് സബ്സിഡി വരിക. അത് മുമ്പേയൊക്കെ സബ്സിഡി ശരിക്ക് ഒരു KCBയുടെ സബ്സിഡി ഉണ്ടായിരുന്നു. അതൊക്കെ കമ്പനിക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇത് MNRE സബ്സിഡി എപ്പോഴും കസ്റ്റമർക്കാവില്ല. ചില ആളുകൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സബ്സിഡി നിർത്തി കൊടുക്കാറുണ്ടാവും. അത് വേറെ. പക്ഷെ സബ്സിഡി വരുന്നത് കസ്റ്റമർക്കിനാണ്. ഫുൾ എമൗണ്ട് പേ ചെയ്യുക. സബ്സിഡി കസ്റ്റമർ വരുന്ന സമയത്ത് എടുക്കുക. മുമ്പേ ഒരു 15 ദിവസം 20 ദിവസത്തിലൊക്കെ സബ്സിഡി കയറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് ഇലക്ഷനൊക്കെ അതിന്റെ ഇടയിൽ വന്നതുകൊണ്ട് ഇപ്പൊ ഒരു 2 മാസം 3 മാസമൊക്കെ ആയ കേസുകളൊക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പൊ ചാലുവായി. ഇപ്പൊ വരാൻ തുടങ്ങി.
പഴയ കേസുകളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ ഇതിനൊരു പിന്നെ ഇപ്പൊ ഇത് ഓൺ ഗ്രിഡ് ആണ് നമ്മൾ വെച്ചത്. ഈ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും നമ്മൾ വ്യത്യാസം എന്താണ്? ശരിക്കും ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കുറച്ച് ലാഭകരമായിട്ടുള്ളത് ഓൺ ഓൺ ഗ്രിഡ് ആണ്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൗകര്യമാണ്. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരിക്കലും കറണ്ട് ഫെയിൽ ആവണം. കറണ്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അതെ, നമുക്ക് അപ്പൊ ബാറ്ററി ഇൻവെർട്ടർ അല്ലെങ്കിൽ പിന്നെ ജെൻസെറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ബദൽ ഓപ്ഷൻ വേണം. മറ്റിലാവുമ്പോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ബാറ്ററിയുടെ മെയിൻ്റെനൻസ് ചാർജ് വരൂലേ? അതെന്തായാലും ബാറ്ററി വേണമല്ലോ നമുക്ക്. അല്ല, ഈ ഓഫ് ഗ്രിഡ് ആകുമ്പോൾ ഒരു ബാറ്ററി വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോർ ചെയ്യാം. ഗ്രിഡ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗ്രിഡിലേക്ക് കൊടുക്കും. അത് മാത്രമല്ല ഇതില് ബാറ്ററി ഉണ്ടാകുന്ന സമയത്ത് പെർ കിലോ വാട്ടിൽ 3 യൂണിറ്റ് കിട്ടുന്നിടത്ത് ഓൺ ഗ്രിഡ് ആയി കഴിഞ്ഞാൽ 5 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുക. കാരണം ലൈവായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടല്ലേ? ബാറ്ററിയിലേക്ക് സ്റ്റോറേജ് ചെയ്യുന്ന പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ലോസ് വരുന്നുണ്ട്. 20% ഏകദേശം ലോസ് വരും. ശരി. അപ്പൊ ആ ലോസ് അവിടെ കുറയുന്നതുകൊണ്ടാണ് ഈ 3 യൂണിറ്റ് ഒരു കിലോ വാട്ടിൽ എന്ന് പറയാൻ കാരണം. ബാറ്ററി ഉള്ള സിസ്റ്റം ആണെങ്കിൽ 3 കിലോ വാട്ട് നമ്മൾ പറയാറുള്ളൂ. അതേസമയം ഓൺ ഗ്രിഡ് ആണെങ്കിൽ 5 കിലോ വാട്ട് വരെ കയറും. പക്ഷെ കൂടുതൽ ആളുകളും ഈ ബാറ്ററി മെയിൻ്റെനൻസ് ഒരു 5 വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റണം എന്നുള്ളതുകൊണ്ട് ഓൺ ഗ്രിഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതെ അല്ലേ? പിന്നെ ബാറ്ററി എന്തായാലും വേണമല്ലോ. കാരണം ഒരു ഇൻവെർട്ടർ ബാറ്ററി ആയിട്ട് ഒരു സ്പെയർ എന്നുള്ള നിലക്ക് അവിടെ ഉണ്ടാവും. കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കും. പിന്നെ ചെറിയ ആളുകൾക്ക് ചെറിയ ബില്ല് വരുന്നത്, ഇപ്പൊ 1000 താഴേക്ക് ബില്ല് വരുന്ന ആളുകൾക്ക് ഇൻവെർട്ടറും ബാറ്ററി എന്തായാലും ഉപയോഗമുണ്ട്. അവർക്ക് എന്ത് വെച്ചാൽ ഒരു പാനലും കൂടി ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സോളാറിലേക്ക് കൊണ്ടുപോകാം. നല്ല ലാഭകരമാണ്. നല്ല ലാഭകരമാണ്. 1000 രൂപ ബില്ല് വരുന്ന ആളുകൾക്ക് ഒരു പാനൽ വെച്ചാൽ തന്നെ ഏകദേശം ഒരു 300-500 വരെയൊക്കെ ഉള്ള ബില്ല് മാറ്റം വരും. കാരണം ബാറ്ററിയിലേക്കുള്ള ചാർജിങ് സോളാർ വഴിയാവും. അങ്ങനെ അപ്പൊ കറണ്ടിലേക്ക് നമുക്ക് ഏകദേശം 1 യൂണിറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ 1/2 യൂണിറ്റ് ഒക്കെ ബാറ്ററിയിലേക്ക് എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കുറക്കാൻ പറ്റും. 1 യൂണിറ്റ് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ സേവ് ചെയ്താൽ തന്നെ ഏകദേശം ഒരു 60 ദിവസത്തേക്ക് 60 യൂണിറ്റ് കിട്ടില്ല. ശരി. ഓക്കെ, മനസ്സിലായി. അപ്പൊ താരിഫ് മാറാതിരിക്കാം. ഇൻവെർട്ടർ ഉപയോഗം ഉണ്ടായിരുന്നു, എന്നാൽ കറണ്ട് ബില്ല് കൂടുമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ 2 ബാറ്ററി ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി വലുതാക്കിയിട്ട് AC മോട്ടറോ വർക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 ബാറ്ററി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് വെച്ചാൽ നമ്മുടെ സൗകര്യമാണ് അവിടെ. കാരണം കറണ്ട് നമുക്ക് ഫെയിൽ ആവരുത്, AC നമ്മളത് ഓഫ് ആവരുത്. മറ്റേത് AC ഓഫ് ആവുമല്ലോ. ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇൻവെർട്ടറിൽ ഇപ്പൊ ഒരു ബാറ്ററി ഉണ്ടാവും. പക്ഷെ AC ഓടുമല്ലോ. അതല്ല ചിലർ രണ്ട് ചെയ്യണമായിരുന്നു. രണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓൺ ഗ്രിഡ് ആയിട്ട് ചെയ്യും. ഓൺ ഗ്രിഡ് എന്തായാലും കറണ്ട് പോയാൽ കിട്ടുമല്ലോ. ഓഫ് ഗ്രിഡ് കൂടി അത് കിട്ടും. അതിനൊരു ന്യൂനതയാണ്. അതായത് നമ്മൾ കറണ്ട് പോയ സമയത്ത് പ്രൊഡക്ഷൻ നടക്കില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ലൈനിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ട് നേരിട്ട് പിന്നെ ഇതിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ ഹൈബ്രിഡ് ആയിട്ട് വേറെ സിസ്റ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് അത്രയുണ്ട് ആയിട്ടില്ല, സക്സസ് ആയിട്ടില്ല. ആയി വരും. രണ്ടും കൂടിയുള്ള സിസ്റ്റം, അതായത് പകുതിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. നമ്മള് അതിന്റെ ഒരു ഇതാണ്. അതായത് നമ്മളിപ്പോ കറണ്ട് ഇല്ലെങ്കിൽ ഇതിൽ പ്രൊഡക്ഷൻ നടക്കില്ല. ഒരു ദിവസം 2 ദിവസം വീട്ടിൽ ഫുൾ കറണ്ട് ഇല്ല, അന്ന് തീരെ പ്രൊഡക്ഷൻ നടന്നിട്ട്. അത് വെച്ചാൽ ലൈനിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഷോക്ക് അടിക്കില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ അതേമാതിരി ഈ ഫീസിബിലിറ്റി എല്ലാവർക്കും കിട്ടും. അപ്ലൈ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അതായത് ഒരു ഇതിന്റെ പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴില് 80% ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം കൂടി വാങ്ങി വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണം, കൊടുക്കാനുള്ള സ്ഥലം കാണുന്നത്. അപ്പൊ 80% ആണ് ഇപ്പൊ നിലവിൽ ചെയ്യണത് എന്നുള്ള നോക്കുന്നത്. കാരണം മുമ്പേയൊക്കെ അത് അത്രയില്ലായിരുന്നു. മുമ്പൊക്കെ ഒരു 50% താഴേക്ക് ഉള്ളായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും അതിലേക്ക് വരാൻ തുടങ്ങിയപ്പോ എല്ലാവരും ഇതിലിപ്പോ MNRE സബ്സിഡി ഒക്കെ വന്നപ്പോ ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട്. എല്ലാതരം സൈറ്റുകളിലും ഇത് പ്രായോഗികമാണോ? സൈറ്റുകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പ്രായോഗികമാണ്. പക്ഷെ ഷെയ്ഡ് നമ്മൾ നോക്കണം. ഷെയ്ഡ് വരുന്ന ഒരു ഏരിയ ആണോ എന്നുള്ളത്. ചില സ്ഥലങ്ങളുണ്ടാവും നല്ല മരങ്ങൾ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ടാവും. മരങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില്ലകളൊക്കെ വെട്ടിക്കൊടുക്കാം. പക്ഷെ ഈ തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക. ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഒരു റേറ്റ്, അല്ലെങ്കിൽ ചരിഞ്ഞ റൂഫ് ആണെങ്കിൽ വേറെ റേറ്റ്, അങ്ങനെയുള്ള ഫ്ലാറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കും. അതേസമയം ഈ സ്ലോപ്പ് റൂഫിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഓട് അല്ലെങ്കിൽ പിന്നെ സിംഗിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പതിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മേലെ കൂടി നമുക്ക് കയറാനോ നടക്കാനോ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ കംപ്ലീറ്റ് ഓട് മാറ്റി, അല്ലെങ്കിൽ ആ പോസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഓട് മാറ്റി അവിടെ രണ്ടാമത് അതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പൊട്ടും.
അപ്പോൾ അവിടെ ഒരു പാത്ത് വേ സെറ്റ് ചെയ്യും. ക്ലീനിങ് ക്ലീനിങ് ഒരു മെയിൻ അതുകൂടി ഒരു പോയിന്റ് ആണ്. ഇതിന്റെ മെയിൻ്റെനൻസ് ക്ലീൻ ചെയ്യണം ശരിക്ക്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു നമുക്ക് ആലോചിച്ചറിയാം, ഒരു ഗ്ലാസ് നമ്മൾ പുറത്ത് മഴത്തും വെയിലത്തും കിടന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടി പിടിക്കും അല്ലെങ്കിൽ ക്ലാവ് പിടിക്കും. ഈ സമയത്ത് അത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ശരിക്കും 2 മാസമോ 3 മാസമോ കൂടുമ്പോ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം നല്ലത്. തുടക്കുക, അത് തുടച്ചാൽ മതി. മോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ശരിക്കും തുടക്കുക, അല്ലെങ്കിൽ പ്രഷർ വാഷർ ഉണ്ടാക്കി ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കുക. വേറെ ഒന്നും നോക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. അതിന്റെ അകത്തേക്ക് വെയില് ഈ കിരണം ചെല്ലണം. സൺറൈസ് എക്സ്പെൻസ് ഇല്ല എന്നുള്ളതാണ് അല്ലേ? കുറച്ചൊന്ന് ആദ്യ ഘട്ടത്തിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നീട് തിരിഞ്ഞു നോക്കണ്ട. അതിന്റെ മേലെ കയറാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അതെ ക്ലീൻ ആക്കലും മസ്റ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ജനറേഷൻ കുറയും. നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, ജനറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അത് കുറയും. അപ്പൊ ഇതിന്റെ ഇപ്പൊ ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ്? സർവീസ് എന്തെങ്കിലും ഇഷ്യൂ വരിക എന്നുള്ളത് ഇപ്പൊ ശരിക്കും ജനറേഷൻ കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കണക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ലൈറ്റ്നിങ് റഷൊക്കെ നിലവിൽ ഇതിലുണ്ട്. പക്ഷെ ലൈറ്റ്നിങ് അത് മറികടന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷീന് അത് ബാധിക്കാം. കാരണം ലൈനിൽ വരുന്നുണ്ടാവും, SBD കാര്യങ്ങളുണ്ട്, എല്ലാം പ്രൊട്ടക്ഷനും ഉണ്ട്. DC ആയിട്ടല്ലേ DC ആണ്. പിന്നെ ഒരു ഇൻവെർട്ടർ ഉണ്ടാവും, പിന്നെ അത് AC ആക്കി മാറ്റാനുള്ള അത് മീറ്റർ വഴി പോകും. 2 മീറ്റർ ഉണ്ടാവും അല്ലെ? ബൈഡയറക്ഷൻ മീറ്ററിൽ നമ്മള് അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വാങ്ങുന്നതും അതിൽ റീഡ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മള് എനർജി മീറ്റർ ഉണ്ടാവും, അതിൽ നമുക്ക് ടോട്ടൽ യൂണിറ്റ് എത്ര കിട്ടിയെന്ന് അറിയാൻ പറ്റും. ബൈഡയറക്ഷൻ മീറ്ററിലാണ് നമുക്ക് എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അതിന്റെ ബാലൻസ് അറിയാം. അതെ, ബില്ലിൽ നമ്മൾ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് യൂണിറ്റ് അറിയാം. ഇൻവെർട്ടറുണ്ടല്ലോ ഇൻവെർട്ടറിൽ സ്വിച്ച് ഉണ്ട്, അതിലും നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും ഇവിടെ എത്ര കിട്ടി, ടോട്ടൽ എത്ര കിട്ടി, എത്ര യൂണിറ്റ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാകും. വോൾട്ടേജ് കുറയുമ്പോൾ പ്രൊഡക്ഷൻ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കട്ടാവും. വോൾട്ടേജ് കൂടി കഴിഞ്ഞാലും പ്രൊഡക്ഷൻ കട്ടാവും. അതിന്റെ ലോജിക്ക് എന്താണ്? അത് ശരിക്ക് ലോജിക്ക് എന്താന്ന് വെച്ചാല് പിന്നെ ഈ മെഷീനിന് ഇത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും. ഓഫായി പോണത് കറണ്ട് നമ്മൾ KCB ലൈനിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് ആക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അവർക്ക് ബാധിക്കൂല അത്. അപ്പൊ അത് ഇത് ഓഫ് ആവും. കറണ്ട് വാറണ്ടി നമുക്ക് 30 വർഷം വരെയാണ് ഇപ്പൊ വാറണ്ടി വരുന്നത്. വാറണ്ടി പ്രൊഡക്റ്റ് വാറണ്ടി വരുന്നത്, പിന്നെ പെർഫോമൻസ് വാറണ്ടി 30 വർഷം വരെ. പെർഫോമൻസ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പാനല് പിന്നെ പ്രൊഡക്ഷൻ കുറവാണ് എന്നുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കാണും. സൊല്യൂഷൻ കാണുന്ന അതിൽ ഇൻവെർട്ടറിൽ 10 വർഷമാണ് നിലവിൽ വാറണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഈ ഷീറ്റിന്റെ മേലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ പാത്ത് വേ കാര്യം അല്ലേ, പാത്ത് വേ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് റേറ്റിൽ ചെറിയ മാറ്റം. കാരണം അതിനുള്ള കോസ്റ്റ്, അതിന്റെ മെറ്റീരിയൽ അധികം വേണം. കാരണം ഈ സ്ക്വയർ ട്യൂബിൽ ആയിട്ട് വെൽഡിങ് വർക്കുകളൊക്കെ വരേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള വെൽഡിങ് വർക്കുകളൊന്നും വരുന്നില്ല. ഇപ്പൊ നിലവിൽ ഈ ഫ്ലാറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ വെൽഡിങ് വർക്കുകളൊന്നും റേറ്റ് കുറച്ച്. നമ്മൾ ഈ പ്രൊഡക്ഷൻ കുറയോ ഗ്രാജുവലി? ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ ഒരു അതാ പറഞ്ഞത്, ഒരു 10 വർഷം 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം എന്തിനും ഒരു ഇതുണ്ടല്ലോ. പിന്നെ അപ്പോ അതിൽ 15 വർഷത്തേക്ക് ഇത്ര ജനറേഷൻ വരണം എന്നുള്ളതും, അതേപോലെ 25 വർഷത്തേക്ക് ഇത്ര വരണം എന്നുള്ളത്, അങ്ങനെ ഓരോ കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ചാണ് അത് ചെക്ക് ചെയ്തൊരു പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പെർഫോമൻസ് വാറണ്ടിന്റെ ഉദ്ദേശം. നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 5 ആക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ ഇതെല്ലാം ചെയ്തതിന് KCB പെർമിഷൻ വേണം. അതേപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനും KCB പെർമിഷൻ വേണം. ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പൊ 3 കിലോവാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 കിലോവാട്ട് മെഷീൻ ആണെങ്കിൽ അതിലേക്ക് 3 പറ്റുള്ളൂ, 5 ആക്കാൻ പറ്റില്ല. 5ന്റെ മെഷീൻ മാറ്റണം. പിന്നെ വേണമെങ്കിൽ കൂട്ടാൻ പറ്റും, പക്ഷെ അത് KCB പെർമിഷൻ വിസിബിലിറ്റി ആദ്യം എടുക്കണം. ഇപ്പൊ ഒരു കൺസ്യൂമർ നമ്പറിൽ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സബ്സിഡി വീണ്ടും ആ കൺസ്യൂമർ നമ്പറിൽ കിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലേ? അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് 3 കിലോവാട്ട് ചെയ്തു, നമുക്ക് 5 കിലോവാട്ട് 3 കിലോവാട്ട് കൂടി ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്. വീണ്ടും സബ്സിഡി വരുന്നില്ല. ഒരു പാനൽ കൂടെ ഇൻവെർട്ടർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. 3 നമുക്ക് എന്ന് വെച്ചാൽ 3.3 വരുന്നുണ്ട്. 3.3 ഒരു 1000 വാട്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ KCB പെർമിഷൻ ആവശ്യമാണ്.
അല്ലാതെ നമ്മളിപ്പോ ഫീസിബിലിറ്റി എടുത്ത് എത്രയാണ് നമ്മള് ജനറേഷൻ ഇത്ര 3 കിലോ വാട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് 5 കിലോ വാട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കാൽക്കുലേഷൻ നഷ്ടപ്പെടും. അങ്ങനെ അവർക്കിത് രണ്ടാമത് വേറൊരാൾക്ക് യൂസ് ചെയ്യണല്ലോ. അതിന്റെ കപ്പാസിറ്റി മനസ്സിലായി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഫീസിബിലിറ്റി നമുക്ക് ആ ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിയിലും കൂടി പോകും. കാരണം എല്ലാവരും ഇതേമാതിരി പിന്നെ വിസിബിലിറ്റി കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം വെക്കുന്നത് നല്ലത് അല്ലേ? ഒരു കീഴിൽ എല്ലാവരും സോളാർ വെക്കാൻ പിന്നെ നടക്കില്ലല്ലോ. ശരിയാ. അപ്പൊ പിന്നീട് കൊടുക്കാൻ പറ്റില്ല അല്ലേ? പിന്നെ ഇത് മാത്രമല്ല, പകല് മാത്രമല്ല പ്രൊഡക്ഷൻ ഉള്ളൂ. ഇത് ഈ പകൽ തന്നെ ഇത് കൊടുത്ത് തീർക്കണ്ടേ, ലൈവായിട്ട് കൊടുത്ത് തീർക്കല്ലേ ഇത്. അല്ലാതെ സ്റ്റോർ ചെയ്യണില്ലല്ലോ. സ്റ്റോർ ചെയ്യാൻ വരെ വേറെ സൊല്യൂഷൻ ഇല്ലല്ലോ, ബാറ്ററിയിലാണ്. അതുകൊണ്ടാണ് അപ്പൊ ആ ഫീസിബിലിറ്റി നോക്കിയിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രാൻസ്ഫോമറിന്റെ ഇടറിൽ എത്ര അയക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫീസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഫീസിബിലിറ്റി അപേക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് ശരിക്കും ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മള് ഫീസിബിലിറ്റി എടുക്കണം. അത് നമ്മള് അനക്ഷറോണ് ഫില്ല് ചെയ്തിട്ട് അതിന് ഒരു 1150 രൂപ. അല്ലാതെ ഒരു കസ്റ്റമറെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതോ ഇല്ല, കസ്റ്റമറാണ് ശരിക്കും ഫീസിബിലിറ്റി അപേക്ഷിക്കേണ്ടത്. നമ്മള് വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്യണത്. പേപ്പർ വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അതില് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്, അത് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഡയഗ്രാം മറ്റുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ അതൊരു ബോണ്ട് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, അതെന്താണ്? ബോണ്ട് നമ്മളെ എഗ്രിമെന്റ് KCB ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അത് KCB നമ്മള് ചെയ്യണ പവറിനെ അവര് എടുക്കാം എന്നുള്ള ഒരു ഇതാണ്, എഗ്രിമെന്റ് ആണ്. ശരി, അത്രേ ഉള്ളൂ. അത് നമ്മൾ വെക്കണം അല്ലേ? അതെ, അത് നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മൾ സൈൻ ചെയ്ത് KCB ആയിട്ട് നമ്മളൊരു എഗ്രിമെന്റ് വെക്കണം, കസ്റ്റമറും KCB. ശരി. അപ്പൊ ഇത് ഈ ലാസ്റ്റ് നമുക്ക് തരുന്നത് പൈസ ഉണ്ടല്ലോ, എക്സസ് യൂസ് ചെയ്തത്. അപ്പൊ അത് ഈ ഡേറ്റ്, ഈ ഗ്രോസ് മീറ്ററിങ്ങിന് അങ്ങനെ കേട്ടോ, അതൊക്കെ പ്രാവർത്തികമാവും, കുറെ കഴിയും. ഹെവി യൂസേഴ്സിനെ വരുള്ളൂ. അതെ, അത്രേ വരുള്ളൂ. ഇപ്പൊ തന്നെ വന്ന് തുടങ്ങിയണോ? പല ഹെവി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പല ആളുകൾക്കും ഉണ്ട്. അത് എന്താണെന്ന് പറയണോ ഈ ഗ്രോസ് മീറ്റർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒന്ന് നമ്മള് പീക്ക് ടൈം, ഓഫ് പീക്ക് ഇത് നോക്കിയിട്ടാണ്. കാരണം ഈ പീക്ക് ടൈമിൽ ശരിക്ക് കറണ്ട് കൂടുതൽ ചെലവ് വരികയാണ്. കാരണം ആ സമയത്ത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ പിന്നെ ലോഡ് ഷെഡിങ് ഒക്കെ വരാൻ കാരണം ആ ടൈമിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അപ്പൊ KCB പല ഇതിലും ഔട്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മള് 6 to 10 മണിവരെ ശരിക്ക് നമ്മള് ഈ പവർ, അതായത് മോട്ടറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. AC ഉപയോഗിക്കാതിരിക്കാൻ എന്തായാലും കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. അല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ പകൽ ഉപയോഗിക്കണം ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ സോളാറിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ജനറേഷൻ ചെയ്യണ ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മോട്ടറൊക്കെ നമുക്ക് പകൽ ഉപയോഗിക്കാം. അയൺ ചെയ്യണത് എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്, അതൊക്കെ പകലാക്കി കഴിഞ്ഞാൽ അത്രയും KCBക്കും ലോഡ് കുറക്കാൻ പറ്റും. നമുക്കും തന്നെ അത്രയും സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ജനറേഷൻ ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് ലോസ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, ലൈവായിട്ട്. ഈ അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു താരിഫ്, നമ്മൾ ജനറേറ്റ് ചെയ്തതിന് അങ്ങനെ വരും. പക്ഷെ അതൊന്നും പെട്ടെന്ന് KCBക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇത് അതെ, അതെന്ന് വെച്ചാൽ അത് ശരിക്ക് MNRE സബ്സിഡി കാര്യങ്ങളൊക്കെ ചെയ്യണ, അതായത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. റെഗുലേറ്ററി കമ്മീഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ KCB സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കൂല പെട്ടെന്ന്. കാരണം ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ നമുക്ക് ഈ അതെ സോളാർ അത് ഇങ്ങനെയുള്ള സമയത്തല്ലേ നമുക്ക് നഷ്ടമാവും. അങ്ങനെ സംഭവിച്ചാൽ അപ്പൊ ആരും അതിലേക്ക് സോളാറിലേക്ക് വരില്ല. അപ്പൊ ഈ സബ്സിഡി കൊടുക്കാനൊക്കെ കാരണം ഗവൺമെന്റ് ഇതിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെയും അപ്പുറത്ത് സബ്സിഡിയും കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇതിലേക്ക് വരില്ല. അത് പെട്ടെന്നൊന്നും സംഭവിക്കണ കാര്യമില്ല. അത് സോളാർ വന്ന അന്ന് മുതൽ, ഓൺ ഗ്രിഡ് വന്ന അന്ന് മുതൽ വരാൻ തുടങ്ങിയതാണ്, കേൾക്കുന്നതാണ്. അതൊന്നിപ്പോ പ്രാവർത്തികമായിട്ട് ഒന്നും പെട്ടെന്നൊന്നും വരില്ല. ഇപ്പൊ നമ്മള് ഉപയോഗിച്ച് പിച്ചം വെച്ച തുക കുറഞ്ഞ എമൗണ്ടിന് എടുക്കും. പക്ഷെ ഇപ്പൊ അത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നല്ലൊരു സ്കീമാണല്ലോ. അതല്ലേ, ഫസ്റ്റ് മാസത്തെ ബില്ല് ഇപ്പൊ വന്നുള്ളൂ. അപ്പൊ അതിന് കുഴപ്പമില്ല. ഇനിയിപ്പോ അതെങ്ങനെയാണെന്നുള്ള, അല്ല ഇപ്പൊ ജനറേഷൻ കുറവാണല്ലോ ശരിക്കും. ജനറേഷൻ കുറവാണെങ്കിൽ കൂടി ആവറേജ് ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇപ്പോഴും ബാലൻസ് ആണല്ലോ. പൈപ്പിൾ ബാലൻസ് ഉണ്ട്. ജൂണിലാണ്. ജൂണിൽ എന്തായാലും വളരെ കുറഞ്ഞ ഫുൾ മഴയല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യം ഒരു 15 യൂണിറ്റ് മിച്ചം വെക്കാൻ പറ്റും. ശരിക്കും ഒരു പിന്നെ ഇയർലി ഒരു
40-50 ദിവസമാണ് ശരിക്ക് ഈ ആകെ തീരെ ലൈറ്റ് ഇല്ലാത്ത സമയം വരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഉണ്ടല്ലോ 325 ദിവസത്തിൽ 60 ദിവസം തന്നെ പോട്ടെ, 2 മാസം പോട്ടെ, ജൂൺ ജൂലൈ 10 മാസം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതെ കുറയും, പക്ഷെ ഉപയോഗം കുറയും. അതാ ഉപയോഗം പറ്റേ കുറഞ്ഞു. കഴിഞ്ഞ മാസം മെയ് ജൂണാണ് ഏറ്റവും കൂടുതൽ 8000 രൂപയാണ് ബില്ല്. ഇപ്രാവശ്യം കുറഞ്ഞ ബില്ല്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഏകദേശം വിവരങ്ങൾ പങ്കുവെച്ചത് അയ്യൂബ് ഖാൻ. ഓക്കെ അല്ലേ? ഈ സ്ഥാപനത്തിന്റെ ഞാനിപ്പോ ഏകദേശം ഇവിടെ നമ്മളെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 27 വർഷം. ഓക്കെ, ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അല്ലേ? ശരി, താങ്ക്സ്, നന്ദി. ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.